കൂട്ടുകാരെ നമസ്കാരം. കാസിം ഭായി ആണ്. ഇന്ന് ഞാനുള്ളത് തലശ്ശേരിയിലാണ് കേട്ടോ. തലശ്ശേരിയിലെ കാഴ്ചകൾ അവസാനിക്കില്ല, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്തത് തലശ്ശേരി കടപ്പുറത്തിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. തലശ്ശേരി കടപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും കാസിം ഭായി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. ഇതൊരു പാർക്കായിരുന്നു കേട്ടോ, അടിപൊളി പാർക്ക്. ഇപ്പോഴും പാർക്ക് തന്നെയാണ്, പക്ഷെ ഇപ്പൊ കാട് കയറിയിട്ട് ഈ പാർക്ക് തികച്ചും ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നി ഈ പാർക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാല് നമ്മൾ ഈ മരങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലമായിട്ട് മാറും. നമ്മൾ ബീച്ചിലേക്ക് കണ്ണു നട്ടിരിക്കാന് അവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമുക്കൊരു പള്ളി കാണാൻ പറ്റും. പണ്ട് കാലത്തുള്ള നമ്മുടെ ടിപ്പു സുൽത്താന്റെ കാലത്ത് ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ. അപ്പൊ അവിടെയും ആൾക്കാരും ഇല്ല, അവിടെ 2 പട്ടികൾ മാത്രം അവിടെ കടന്നുറങ്ങുന്നുള്ളൂ കേട്ടോ. ഒരു പുരാതന പള്ളിയാട്ടോ. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ശവകുടീരം കൂടിയും അവിടെ ഉണ്ട്. ഇതൊരു സംരക്ഷിത സ്മാരകം കൂടിയാട്ടോ. അപ്പൊ അങ്ങനെ ഞാന് നേരെ പോയത് പിന്നെ തലശ്ശേരി ഫോർട്ടിലോട്ടാണ്. നമ്മുടെ തലശ്ശേരി ടൗണിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ തലശ്ശേരി ഫോർട്ട്, അതായത് നമ്മുടെ തലശ്ശേരി കോട്ട. തലശ്ശേരി കോട്ടയുടെ ഫ്രണ്ട് ഭാഗം ഇതാട്ടോ. ഇവിടുന്ന് 2 ഭാഗത്തു കൂടി നമുക്ക് കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം തന്നെയുണ്ട്. വലിയൊരു കോട്ടയാണോന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല, ചെറിയൊരു കോട്ടയാണ്. നമ്മുടെ കണ്ണൂരിനെയും നമ്മുടെ ബേക്കൽ കോട്ടേനെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഒരു കുഞ്ഞനുജനായിട്ട് വരുന്ന ഒരു കോട്ടയാണ് കേട്ടോ. ഈ കോട്ടയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാല് അതിമനോഹരമായിട്ടുള്ള ഒരു നമ്മുടെ ടൗണെല്ലാം കാണാൻ കഴിയും കേട്ടോ. വരും കാലത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു ചരിത്രം തന്നെ കുറിക്കാൻ വേണ്ടിയാണല്ലോ ഇതുപോലുള്ള കോട്ടകൾ ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടയുടെ ഉൾഭാഗത്ത് കാണുന്ന ചെറിയൊരു പഴയ കാല ബിൽഡിംഗ് ആണ് കേട്ടോ. പണ്ടത്തെ സുൽത്താൻമാരൊക്കെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന റൂമുകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ. ഇതെല്ലാം ഇങ്ങനെ അടച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പം അതിന്റെ മുമ്പിലുള്ള കാണുന്ന ചെറിയൊരു നമ്മുടെ ഒരു പച്ച തടാകം എന്ന് പറയുന്നത് പോലെ നല്ല ഗ്രീൻ നിറത്തില് പുല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ മറ്റൊരു വസ്തു വരുമ്പോൾ നമ്മുടെ തലശ്ശേരിന്റെ കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തലശ്ശേരി കടലും അതുപോലെ തന്നെ തലശ്ശേരി ടൗണും. മറ്റൊന്ന് ഈ പ്രധാനപ്പെട്ട കാണുന്നത് നമ്മുടെ തലശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ ആട്ടോ. ഹോസ്പിറ്റലോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തലശ്ശേരി വരുന്നവർക്ക് കോട്ട കാണാം, കോട്ട വരുന്നവർക്ക് തലശ്ശേരി ആശുപത്രിയും കാണാം കേട്ടോ. അവിടെ 2 ചെമ്പകമരം ഉണ്ടായിരുന്നു. ചെമ്പകമരത്തിൽ നിറയെ ചെമ്പക പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വേനൽ തുടങ്ങുന്ന ഒരു സമയമായതുകൊണ്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആട്ടോ. അങ്ങനെ അവിടുന്ന് കോട്ട കണ്ട് ഞാൻ നേരെ പുറത്തിറങ്ങി. പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്റ്റേഡിയം ഭാഗത്തോട്ടാട്ടോ. അതിന് മുമ്പ് ഹോട്ടലിൽ കയറി നല്ല വിശപ്പായതുകൊണ്ട് തന്നെ 2 ദോശ കഴിച്ചു. പിന്നെ നേരെ എത്തിയത് നമ്മുടെ സ്റ്റേഡിയം പള്ളി ഭാഗത്തോട്ടാട്ടോ. അങ്ങനെ നമ്മൾ തലശ്ശേരി സ്റ്റേഡിയം പള്ളിയെല്ലാം കണ്ട് ആ വഴിയെല്ലാം കുറച്ചും കൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ അടിപൊളി ഒരു പാർക്കുണ്ട്. ആ പാർക്കിലേക്കാണ് ഞാൻ അടുത്തായി പോകുന്നത്. കടലിനെ അഭിമുഖീകരിച്ചുള്ള ഈ പാർക്കിലേക്ക് കയറുന്നതിന് നമുക്ക് 20 രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ്. ഈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലശ്ശേരിയുടെ പൈതൃകം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഓവർ പാരീസ് ഹോളി പദ്ധതിയുടെ ഒരു പാർക്കാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റെല്ലാം കൊണ്ട് നല്ല സായന്തനം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ട തലശ്ശേരി പൈതൃക ടൂറിസം ശൃംഖലയുടെ ആദ്യ ഘടകമാണ് ഈ ഓവർ പാരീസ് ഹോളി പദ്ധതി എന്ന്. അപ്പൊ ഇതിന്റെ പദ്ധതിയുടെ ഭാഗം എന്താ ഇവര് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തലശ്ശേരിയുടെ സമ്പന്നമായ പൈതൃകം വരും തലമുറയ്ക്കായി സംരക്ഷിക്കുകയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിന്റെ ബോർഡൊക്കെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വായിച്ചാട്ടാ വന്നത്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഒരു 20 രൂപ കയറി കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു എന്താ പറയാ
ചെറിയൊരു പാർക്കാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് വ്യൂ തരുന്ന ഒരു പാർക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കടലിലുള്ള കാറ്റെല്ലാം കൊണ്ട് കുറേ നേരം നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റും കേട്ടോ. കുട്ടികളായിട്ട് വരുന്നവർക്കാണെങ്കിലും കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള ചെറിയ ചെറിയ പിന്നെ ഊഞ്ഞാലകള്, അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കയറി ചാടി കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസുകൾ കുട്ടികൾക്ക് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ റൗണ്ടിൽ കറങ്ങുന്ന പിന്നെ എന്താ പറയുന്ന അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടികൾക്കായിട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പറയാ ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള രീതിയിലുള്ള ബാത്റൂമുകൾ, അതുപോലെ തന്നെ ചെറിയ ക്യാൻറ്റീൻ ഒക്കെ ഇതിനുള്ളിൽ തന്നെ സജ്ജമാക്കി തന്നെ ഉണ്ട്. ഒരുപാട് വലിപ്പം അല്ലെങ്കിലും ചെറിയ ടവറും ഇവിടെയുണ്ട് കേട്ടോ. ഈ ടവറിന്റെ മെക്കത്ത് കയറി കഴിഞ്ഞാലും നമുക്ക് തലശ്ശേരി ടൗണിന്റെ ഏകദേശം ഭാഗവും ഈ കടലൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ആ ടവറിൽ ഒരുക്കിയിരിക്കുന്ന പഴയ കാലം ഒരുപാട് ചിത്രങ്ങളും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ എല്ലാ കൂട്ടുകാരും ആ ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അമർത്താൻ മറക്കരുത്. ഇനി നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാർ ഫോളോ ചെയ്യാനും അത് തന്നെ യൂട്യൂബിൽ കാണുന്നതാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം തലശ്ശേരിയിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത കാഴ്ചകൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മള് പാലക്കാട് നൊങ്ക് കണ്ടത്. ഒന്നും മതിച്ചില്ല, ഒരു നൊങ്ക് അങ്ങ് മേടിച്ച് കഴിച്ചിട്ടോ. ഒരു നങ്കിന് 40 രൂപയായി. അങ്ങനെ നൊങ്കും കഴിച്ച് വണ്ടി വിളിച്ച് ഞാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടോ. പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവരോടും.